തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച നാം ചർച്ചയ്ക്കായിട്ടെടുത്തത് ഫലവത്തായ ദൈവകൃപയെക്കുറിച്ചാണ്, എഫിക്കേഷ്യസ് ഗ്രേസ്. അത് പറഞ്ഞു വരുമ്പോൾ സുവിശേഷ വിഹിതരുടെ മധ്യേ തന്നെ വളരെയധികം വാദഗതിക്ക് ഇടയായിട്ടുള്ള ഒന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ വ്യാപ്തി എന്നുള്ളത്. ദി എക്സ്റ്റെന്റ് ഓഫ് ദി അറ്റോൺമെന്റ് ഓഫ് ക്രൈസ്റ്റ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ആർക്കു വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്? ഇതൊരു വലിയ ചോദ്യമാണ്. അർമീനിയൻ ചിന്താഗതിയും കാൽവിനിസ്റ്റ് ചിന്താഗതിയും വ്യത്യസ്ത ധ്രുവങ്ങളിലാണുള്ളത്. അർമീനിയൻ ചിന്താഗതി അനുസരിച്ച് ദൈവം ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി മരിച്ചു എന്നാണ്. കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ അങ്ങനെയല്ല. കർത്താവായ യേശു ക്രിസ്തു വൃതന്മാർക്ക് വേണ്ടിയാണ് മരിച്ചത്. ലോകത്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളെ മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിലെ യഹൂദന് വേണ്ടി മാത്രമെന്നുള്ള ചിന്താഗതിയിൽ നിന്നും അകന്ന് യഹൂദന് ജാതി ഉൾപ്പെടുന്ന വൃതന്മാർക്ക് വേണ്ടി ലോകം എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. മറ്റുള്ളവർ അങ്ങനെയല്ല. ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും എന്ന് തന്നെ വിശ്വസിക്കും. പിന്നെ കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ തന്നെ രണ്ട് കൂട്ടരുണ്ട്, മോഡറേറ്റ് കാൽവിനിസ്റ്റും 5 പോയിന്റ് കാൽവിനിസ്റ്റും. മോഡറേറ്റ് കാൽവിനിസ്റ്റുകളെല്ലാം 4 പോയിന്റാണ്. ഈ പരിമിതവാദം ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം അവർ അംഗീകരിക്കും. കർത്താവിന്റെ മരണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് മോഡറേറ്റുകാർ പറയുമ്പോൾ അവർ പറയും കർത്താവ് മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ 4 പോയിന്റുകാരായാലും 5 പോയിന്റുകാരായാലും അതിന്റെ എഫിക്കസിയെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം രണ്ടു കൂട്ടരും സമ്മതിക്കും. ഇവ എല്ലാവർക്കും വേണ്ടി മരിച്ചാലും വൃതന്മാർക്ക് വേണ്ടി മരിച്ചാലും വൃതന്മാരെ രക്ഷിക്കപ്പെടുക, എല്ലാവരും രക്ഷിക്കപ്പെടുക. അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നത് വൃതന്മാർക്ക് മാത്രമേ ഉള്ളൂ. അക്കാര്യത്തിൽ രണ്ടു കൂട്ടരും അത് യോജിക്കുന്നവരാണ്. അപ്പൊ പറയും പിന്നെ നമ്മൾ ഒരുപാട് ഒഴുക്കിട്ടിട്ട് കാര്യമൊന്നുമില്ല, അതെ എല്ലാവർക്കും വേണ്ടിയാണ് ചോറുണ്ടാക്കിയതെങ്കിൽ ചോറുണ്ടെന്ന് വിളിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി ചോറുണ്ടാക്കി എന്ന് പറഞ്ഞാലും എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി പറഞ്ഞാലും ഊണ് കിട്ടുന്നത് വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ, ഇല്ലാത്തവർക്കില്ല. അതുകൊണ്ട് പിന്നെ വിശാലമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും വിശാലം എന്നുള്ളതിന്റെ അർത്ഥം രക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയാൽ ഉണ്ടാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ലോകം എല്ലാം അത് യോഗ്യരായി തീരുന്നു, അല്ലെങ്കിൽ അവരൊക്കെ അത് അനുഭവിക്കുന്നു. അതിന് കാരണം കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളത്. വൃതന്മാർക്ക് വേണ്ടി മാത്രമേ മരിച്ചുള്ളൂ എങ്കിൽ അതിന്റെ പ്രയോജനങ്ങൾ വൃതന്മാർക്ക് മാത്രമേ ആകാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ലിമിറ്റഡ് അറ്റോൺമെന്റ് കാര്യം പറയുന്നത് അങ്ങനെയല്ല. രക്ഷ എന്ന് പറയുന്നത് വൃതന്മാർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് പറയുന്നത് കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയുന്നതിന് തുല്യമല്ല. കാരണം ചോദ്യം എന്ന് പറയുന്നത് കർത്താവ് ആർക്കു വേണ്ടി മരിച്ചു എന്നുള്ളതല്ല, കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ വേല റിഡംഷൻ എന്ന് പറയുന്നത് ആർക്കു വേണ്ടിയായി എന്നുള്ളതാണ്. കർത്താവിന്റെ മരണത്തിന്റെ പ്രയോജനം ആർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോ മക്കൾക്ക് വേണ്ടിയാണ് ഒരു വീട് പണിതെങ്കിലും മക്കൾ മാത്രമല്ല വീട്ടിൽ താമസിക്കുന്ന ജോലിക്കാരോട് താമസിക്കും, ബന്ധുകാരോട് താമസിക്കും, അയൽക്കാർ ചിലപ്പോൾ താമസിച്ചു വരും. പക്ഷെ വീട് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ വീട് മകന് വേണ്ടി തന്നെ ഉണ്ടാക്കിയത്, നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞ പോലെ രക്ഷയുടെ വേല ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വൃതന്മാർക്ക് വേണ്ടിയാണ്. പക്ഷേ അതുകൊണ്ടുള്ളതായിരിക്കുന്ന പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രയോജനങ്ങൾ എല്ലാവരും അനുഭവിച്ചു എന്ന് വരും. അപ്പൊ ഈ വാദഗതികളൊക്കെ വാദത്തിനു വേണ്ടി വാദിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ അങ്ങനെയല്ല. വേദശാസ്ത്രം പഠിക്കുമ്പോൾ ഇതൊന്നും വാദത്തിനു വേണ്ടിയുള്ള വാദങ്ങളല്ല, വേദശാസ്ത്രത്തിന്റെ ഫൈൻ പോയിന്റാണ്. അപ്പോ അപരിമിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറയുന്നവര് അവരെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് സുവിശേഷം നമുക്ക് പ്രസംഗിക്കണമെങ്കിൽ യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചെങ്കിലേ സാധിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആളുകളോട് സുവിശേഷം പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് പറയുന്നത്?
അപ്പൊ അങ്ങനെ ഒരു സുവിശേഷം, ഒരു ഓപ്പൺ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കുറഞ്ഞ പക്ഷം ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നെങ്കിലും നാം പ്രസംഗിക്കണമല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം വൃതന്മാരല്ല, അല്ലാത്തവരും ഉണ്ടല്ലോ. അപ്പോ അതിനെതിരായിട്ട് കാൽവിനിസ്റ്റുകൾ പറയും, ഫൈപ്പോൻ കാൽവിനിസ്റ്റുകൾ പറയും, അങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. കർത്താവ് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് ആരും ഒരിക്കലും പ്രസംഗിച്ചില്ല. അപ്പോസ്തലന്മാരും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഒരു വാക്യം പോലും ഇല്ല. പറഞ്ഞിട്ടുള്ളതെല്ലാം ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ടു, നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങളെ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കയറി നിങ്ങളുടെ പാവങ്ങളെ വഹിച്ചുകൊണ്ടെന്നുള്ളത് വാക്യം ആരും പറഞ്ഞില്ല. അവരങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രസംഗിച്ചിടത്ത് എന്താ പറയുന്നത്? യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, നീ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാവുന്നതാണ്. അങ്ങനെ പരിമിതവാദികൾക്കും പ്രസംഗിക്കാം, അപരിമിതവാദികൾക്കും പ്രസംഗിക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രസംഗത്തിന് രണ്ടു കൂട്ടർക്കും സാധിക്കുന്നതാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട് കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നില്ല. പിന്നെ അതിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന്റെ ശിക്ഷ ഓൾറെഡി കൊടുത്ത് പിന്നെ നീ എന്തിനാ നരകത്തിൽ പോകുന്നത്? ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷിക്കപ്പെടണം. എന്റെ അപ്പൻ ഞാൻ ബാങ്കിൽ കൊടുക്കാനുള്ള കടം കൊടുത്തു തീർന്നെങ്കിൽ പിന്നെ ഞാനും കൊടുക്കണം. അവർ ചോദിക്കുന്നത്, പൈപ്പോന്റെ ചോദിക്കുന്നത്. അപ്പൊ അതെന്തൊരു കാര്യമാണ്? നിങ്ങൾ പറയുന്നത് കർത്താവ് എന്റെ പാപത്തിനുള്ള എല്ലാ പേയ്മെന്റും നടത്തി കഴിഞ്ഞു, ഇനി ഞാൻ എന്റെ പാപത്തിന് വേണ്ടി നരകത്തിൽ പോകണം. അപ്പൊ അത് ഡബിൾ പേയ്മെന്റ് ആവില്ല. അങ്ങനെ എന്തിനാ ഡബിൾ പേയ്മെന്റ് കൊടുക്കുന്നത്? അപ്പൊ അതൊരു വലിയ ചോദ്യമാണ്. അപ്പൊ മറ്റുള്ളവർ പറയും അങ്ങനെയല്ല, കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോ ഒരു വ്യവസ്ഥ വെച്ചാ മരിച്ചത്. എന്താണ്? ആര് അത് തനിക്ക് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുമോ അവർക്ക് മാത്രം അതിന്റെ പ്രയോജനം കിട്ടും. ആര് തനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് വിശ്വസിക്കുമോ അവർക്ക് മാത്രം അതിന്റെ പ്രയോജനം കിട്ടും എന്നൊരു വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചു ക്രൂശിൽ മരിച്ചു എന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിക്കും മറ്റവർ. അങ്ങനെ വാക്യം വല്ലതും ഉണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യവസ്ഥയ്ക്ക് വിധേയനായിട്ടാണ് ക്രൂശിൽ മരിച്ചത്. അപ്പൊ ഇതൊക്കെ രസകരമായിരിക്കുന്ന വാദങ്ങളാണ്. വാദിക്കുക വേണം. സെമിനാരികളിലും അതുപോലെയുള്ള വേദശാസ്ത്ര സെമിനാറുകളിലും ഒക്കെ വാദിച്ച് നമ്മുടെ തിയോളജിക്കൽ തിങ്കിങ്, നമ്മുടെ വേദശാസ്ത്രപരമായിരിക്കുന്ന ചിന്താഗതിയുടെ ഷാർപ്പ്നെസ്, മൂർച്ച കൂട്ടാൻ പറ്റിയ വിഷയങ്ങളാണെന്ന് പറയും. ഞാനതിനെ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന് ഇതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ ഉദ്ദേശം എന്ത് എന്നതാണ് തർക്കവിഷയം. അതായത് ആർക്കു വേണ്ടി എന്ത് സാധിക്കേണ്ടതിന് ക്രിസ്തു മരിച്ചു? വ്രതന്മാരും അല്ലാത്തവരും എന്ന പരിഗണന കൂടാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു രക്ഷ സമ്പാദിച്ചു എന്നാണ് അർമീനിയൻ ചിന്താഗതി. അങ്ങനെയല്ല, വ്രതന്മാരെ മാത്രം രക്ഷിക്കുക എന്ന ഒരു പ്രത്യേക ഉദ്ദേശം ക്രിസ്തുവിന്റെ മരണത്തിനുണ്ടായിരുന്നു എന്ന് കാൽവിനിസ്റ്റുകൾ. എല്ലാവർക്കും വേണ്ടി രക്ഷ സമ്പാദിച്ചു എന്നതുകൊണ്ട് എല്ലാവർക്കും രക്ഷ കിട്ടിയെന്നോ എല്ലാവർക്കും രക്ഷപ്പെടുവാൻ കഴിയുമെന്നോ എല്ലാവരും രക്ഷപ്പെടുമെന്നോ ഒന്നും അർത്ഥമില്ല എന്ന് അർമീനിയൻകാർ പറയും. കാരണം വിശ്വസിക്കുക എന്നൊരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് കൊണ്ട് ആ വ്യവസ്ഥ പാലിക്കുന്നവർക്ക് മാത്രമേ രക്ഷ കിട്ടൂ. അതുകൊണ്ട് എല്ലാവർക്കും എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരും എന്ന അർത്ഥമില്ല. അത് കാൽവിനിസ്റ്റ് പറയുന്നതാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് അർത്ഥമില്ല. ഓൾ ഡസ് നോട്ട് മീൻ ഓൾ. അതിന് ഒരുപാട് വാക്യങ്ങളുണ്ട്. ഓൾ എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഓൾ എന്നല്ല അർത്ഥം, സമ്മെന്നാണ് അർത്ഥം എന്ന് തെളിയിക്കുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. രസകരമായ കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒന്നും ആഴത്തിലേക്ക് പോകുന്നില്ല. പിന്നെ കാൽവിനിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അന്തിമ ന്യായവിധിയിൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. പുസ്തകങ്ങൾ തുറന്നു, ന്യായവിധി എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത്? പുസ്തകങ്ങൾ തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരുന്ന പ്രവൃത്തികൾക്കനുസരിച്ചെന്ന്. ഒരാൾ സ്വർഗത്തിൽ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ഒരാൾ നരകത്തിൽ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാഞ്ഞത് കൊണ്ടല്ല, പാപം ചെയ്തുകൊണ്ടാണ്. പാപത്തിന്റെ ശമ്പളമാണ് നരകമെന്ന് പറയുന്നത്, വിശ്വസിക്കാഞ്ഞതിന്റെ ശമ്പളം അല്ലെന്നാണ് പൈപ്പോൺ കാൽവിനിസ്റ്റ്. അതുകൊണ്ട് അവസാനത്തെ ന്യായവിധിയിൽ നീ ക്രിസ്തു വിശ്വസിച്ചോ എന്ന് ചോദ്യം ചോദിക്കില്ല.
നീ പാപം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ആകട്ടെ പുസ്തകം തുറന്ന് നോക്കട്ടെ, നീ എന്തൊക്കെ പാപം ചെയ്തു, നീ ഇന്ന പാപം ചെയ്തു, പാപത്തിന്റെ ശിക്ഷ എന്താണ്, മരണം, എഴുതി നോക്കൂ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങൾ തുറക്കേണ്ട ആവശ്യമില്ല. അപ്പം മറ്റവർ പറയുന്ന പുസ്തകങ്ങൾ തുറന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ പുസ്തകവും എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് ആദ്യം നോക്കും. പിന്നെ പാപം ചെയ്ത എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട്, അതിൽ നോക്കുമെന്നാ പറയും. അതിനൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതൊക്കെ വാദത്തിന് വേണ്ടി പറയാവുന്നേ ഉള്ളൂ. വൃദ്ധന്മാരുടെ പുസ്തകം ഉണ്ടെങ്കിൽ അത് അന്ത്യനായ വിധി തുറക്കപ്പെടുമോ, അതോ ദൈവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ആളുകളെല്ലാം സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യം അറിയാം. ആ പുസ്തകം ഒരുപക്ഷെ തുറക്കപ്പെടുമെങ്കിൽ അത് കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ആയിരിക്കും, വെള്ള സിംഹാസനത്തിന് മുൻപാകെ ആയിരിക്കില്ല തുറക്കപ്പെടുന്നത് എന്ന് പറയും. ഇതൊക്കെ ഒത്തിരി വാദമുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഈ വിഷയങ്ങളുടെ സങ്കീർണത എന്തുമാത്രമെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 5:19 എന്താ പറയുന്നത്? 2 കൊരിന്ത്യർ 5:19 ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യുന്നുണ്ട്. ആ നിരപ്പിന്റെ പ്രവൃത്തിയിൽ വരുന്ന ആളുകളെല്ലാം രക്ഷിക്കപ്പെടും. ഒരു മാത്രമേ. അപ്പൊ അവിടെ ലോകത്തെ എന്നൊക്കെ പറയുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരെ എന്ന് അർത്ഥമാക്കാൻ ഒക്കില്ല എന്നാ പറയുന്നത്. അങ്ങനെ ലോകത്തിലുള്ള സകല മനുഷ്യർ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഇല്ലല്ലോ, ലോകത്തിലെ സകല മനുഷ്യർ രക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ ലോകത്തെ തന്നോട് നിരൂപിച്ചു എന്ന് പറയുമ്പോൾ അത് ലോകത്തിലുള്ള എല്ലാവരെയും തന്നോട് നിരൂപിച്ചു എന്നൊരിക്കലും അർമീനിയൻകാരും പറയില്ല, കാൽവിനിസ്റ്റുകളും പറയില്ല. അവരതിനോട് കൂട്ടിച്ചേർക്കും, വിശ്വസിക്കുന്നവരെ തന്നോട് നിരൂപിച്ചു, അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില വാക്യങ്ങളെ അങ്ങനെയും വ്യാഖ്യാനിക്കാം, ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:18 നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ പറയുന്നത് ഈ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി എന്നാണ്. ധർമ്മീയൻകാർ പറയുന്നതാണ് വിശ്വസിച്ചോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായവിധി. പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല, വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി ഉണ്ട്. അപ്പൊ വാക്യങ്ങൾ അവിടെയും സഹായകരമായി ഇവിടെയും സഹായകരമായിട്ടുണ്ട്. കാൽവിനിസ്റ്റ് ചിന്താഗതി അനുസരിച്ച് ക്രിസ്തുവിന്റെ ബലിമരണം വൃതന്മാരുടെ രക്ഷ ഉറപ്പാക്കുന്നത് ആക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവരുടെ പാപങ്ങൾക്കാണ് ക്രിസ്തു പരിഹാരം വരുത്തിയത്. അവർ മനുഷ്യവർഗത്തിന്റെ അവൻ കർത്താവായ യേശു ക്രിസ്തു മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപം തന്റെ മേൽ ചുമത്തിയിട്ടില്ല. അങ്ങനെ ലോകത്തിന്റെ പാപം ചുമക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താ, ലോകത്തിലുള്ള ഹിറ്റ്ലർ 65 ലക്ഷം ആളുകളെ കൊന്ന് 65 ലക്ഷം പേരെ കൊന്നതിന്റെ മുഴുവൻ കർത്താവിന്റെ മേൽ ചുമത്തിയോ? നിങ്ങൾ ചെറുപ്പത്തിൽ ഒരു മുട്ടായി മോഷ്ടിച്ചു, അറിയാതെ ഒരു കുക്കി എടുത്തു തന്നു, അതിന്റെ ആ പാപവും കർത്താവിന്റെ മേൽ ചുമത്തിയോ? അതോ ഈ പാപം എന്ന് പറഞ്ഞ പ്രമാണമാണോ ചുമത്തി? അതാം പാപം ചെയ്തതിന്റെ ഫലമായി എല്ലാവരും പാപികളായി തീർന്നു എന്ന് പറയുമ്പോൾ ആ പാപം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണോ അതോ ഇൻഡിവിജ്വൽ സിൻഫുൾ ആക്ട് ആണോ ചുമത്തിയത് എന്ന് ചോദിക്കാൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓരോ ചെറിയ ചാക്കിലാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് കർത്താവിന്റെ മേൽ ഇടുകയായിരുന്നോ? അതോ മനുഷ്യവർഗത്തിന്റെ പാപം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഇഷ്യൂ കർത്താവിനെ യോഹന്നാൻ കാണിച്ചു കൊടുത്ത് എങ്ങനെയാ? കണ്ടാലും ലോകത്തിന്റെ പാപങ്ങൾ എന്നാണോ പാപം എന്നാണ്? അപ്പൊ പാപം എന്ന് പറഞ്ഞാലും പാപങ്ങൾ എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ടല്ലോ. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിലെന്നാ യോഹന്നാൻ പറഞ്ഞു. അത് വിശ്വാസികളോടാ പറയുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം ചെയ്തു വരുന്ന ഇൻഡിവിജ്വൽ പാപങ്ങളെ ഏറ്റു പറയുന്നു. അപ്പൊ ക്രിസ്തു വഹിച്ചത് എന്താണ്? ലോകത്തിന്റെ പാപം. ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുകയല്ല, പാപമാ ചുമന്നത്. അപ്പൊ പാപം എന്ന ഏകവചനത്തിലും പാപങ്ങളെന്ന് ബഹുവചനത്തിലും പറയുമ്പോൾ അതിന് 2 വ്യാഖ്യാനം കൊടുക്കും. ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ എന്ന് പറയുന്നിടത്ത് ജന്മപാപം അധികം എല്ലാ കർമ്മപാപം, അതാണ് പാപങ്ങൾ. പാപം എന്ന് പറയുന്നിടത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് സിൻ,
കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് പാപം എന്ന് പറഞ്ഞതായിരിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണ്. അപ്പോ അതിൽ ജന്മഭാവവും ഉണ്ട്, കർമ്മഭാവവും ഉണ്ട്. ശരി തന്നെ, എല്ലാം പാപം എന്ന് പറഞ്ഞ പ്രമാണമുണ്ട്. പക്ഷേ ഓരോ മനുഷ്യനും ചെയ്തു കൂട്ടിയതായിരിക്കുന്ന ഓരോ പാപം, അങ്ങനെയാണെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്നതായിരിക്കുന്ന സമയത്ത് നാം പാപിയാണെന്ന് സമ്മതിച്ചാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? നാം ചെയ്തു കൂട്ടിയിട്ടുള്ള ഓരോ പാപങ്ങളും ഏറ്റു പറയാം. അതല്ലേ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ പാപിയാണ് എന്നതിന്റെ മാനസാന്തരമാണോ ഞാൻ ചെയ്തു പോയ ഓരോ പാപങ്ങൾക്കും? അപ്പം പറയണം, ഇന്ന തീയതി ഞാൻ എൻ്റെ അപ്പൻ എന്നോട് പശുവിനെ വെള്ളം കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തില്ല, ആ പാപം ഞാൻ ഏറ്റു പറയുന്നു. അമ്മ എന്നോട് കറി അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ഉപ്പില്ലെന്ന് പറഞ്ഞു, ആ പാപം ഞാൻ ഏറ്റു പറയുന്നു. അങ്ങനെ ഞാൻ ചെയ്തതായിരിക്കുന്ന ഓരോ പാപങ്ങളും ഏറ്റു പറയണോ? അതോ കർത്താവേ ഞാൻ പാപിയാണ്, നിനക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത ഒരു പാപിയാണ്, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ പാപിയാണ്, നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെ വാദത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി പറയാം. ചില ആളുകൾ അങ്ങനെ അവരുടെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറയിപ്പിക്കുന്ന ആളുകളുണ്ട്. എല്ലാ പാപങ്ങളും യഥാർത്ഥമായ മാനസാന്തരം. ചിലർ പറയും, നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, ഇനിയും നീ പറയാനുണ്ട് പാപങ്ങൾ പറ. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ, അത് പറഞ്ഞാൽ ഒന്നുമില്ല. നിമിഷം പാപങ്ങൾ പറഞ്ഞു. അങ്ങനെ പാപങ്ങളെ ഏറ്റുപറയിപ്പിക്കുന്ന ആളുകളുണ്ട്. അവസാനം അവർ ചെയ്തിട്ടില്ലാത്ത പാപങ്ങളും അവർ പറയും. അല്ല, അങ്ങനെയൊന്നും കർത്താവ് അപ്പോസ്തലന്മാരും ആരും ആരെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാപം എന്ന് പറഞ്ഞതായിരിക്കുന്ന പ്രമാണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്. അപ്പോ കാൽവിനിസ്റ്റ് ചിന്താഗതി അനുസരിച്ച് ക്രിസ്തുവിന്റെ ബലിമരണം വൃതന്മാരുടെ രക്ഷയാണ് ഉറപ്പാക്കുന്നത്. അവരുടെ പാപങ്ങൾക്കാണ് ക്രിസ്തു പരിഹാരം വരുന്നത്. മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും പാപം തന്റെ മേൽ ചുമത്തിയിട്ടില്ല. ആ വിശ്വാസികൾ അവരുടെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് നരകശിക്ഷ അനുഭവിക്കുന്നത്. അപ്പൊ വൃതന്മാർക്ക് വിശ്വാസം വഴിയാണ് രക്ഷ ലഭിക്കുന്നത്. വിശ്വാസം കൂടാതെ ആരും രക്ഷ പ്രാപിക്കുകയില്ല. പക്ഷേ ഈ വിശ്വാസവും ദൈവത്തിന്റെ ദാനവുമാണ്. അപ്പോ കാൽവിനിസ്റ്റിക് ചിന്താഗതിയിൽ ലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന ചിന്താഗതിയാണ് അവർ അംഗീകരിച്ചിട്ടുള്ളത്. അർമീനിയൻസ് അംഗീകരിക്കുന്ന അൺലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന ചിന്താഗതിയാണ് അപരിമിത വ്യാപ്ത സിദ്ധാന്തം. അപ്പൊ സുവിശേഷ വിഹിതരുടെ ഇടയിൽ വലിയൊരു ഭാഗം ഇന്ന് ഈ അപരിമിത സിദ്ധാന്തമാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഡാളസ് എന്ന് പറഞ്ഞ സെമിനാരി ഉണ്ടായിരുന്നു. അമേരിക്കയിലെ അല്ല ലോകത്തെ തന്നെ യാഥാസ്ഥ്യ സെമിനാരികൾ ഒന്നായിരുന്നു ഒരു കാലത്ത്. ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപ്, 50 വർഷമായില്ല, 40 വർഷങ്ങൾക്ക് മുമ്പ് അവര് ഈ പരിമിത സിദ്ധാന്തത്തിൽ നിന്നും അപരിമിത സിദ്ധാന്തത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 5 പോയിന്റ് കാൽവിനിസം കളഞ്ഞിട്ട് അവർ 4 പോയിന്റ് കാൽവിനിസത്തിലേക്ക് വന്നു. അവിടുത്തെ ഒരു വലിയ പ്രൊഫസറായിരുന്നു എസ് ലൂയിസ് ജോൺ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു, വലിയ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ അവര് അവിടുന്ന് പിരിച്ചുവിടും. പിരിച്ചുവിടാൻ കാര്യം അദ്ദേഹം ഈ പരിമിത സിദ്ധാന്തം തുടർന്നും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഡാളസ് സെമിനാരിയിൽ താൻ പ്രൊഫസർ ആയിരുന്നപ്പോൾ ഡാളസ് സെമിനാരി അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടും അദ്ദേഹം ആ പൊസിഷനെതിരെ അവിടെ പഠിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇവിടെ തുടരാൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നും റിഫോംഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന നവീകരണ വേദശാസ്ത്രത്തിൽ പരിമിത സിദ്ധാന്തമാണ്. R.C. സ്പ്രൗൾ എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ നിങ്ങളുടെ നെറ്റിലൊക്കെ ഈ മൊബൈൽ ഫോണിലൊക്കെ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കും. വലിയ നല്ല പ്രസംഗമുള്ള ആളാണ്. ഇവരൊക്കെ ഈ പരിമിത സിദ്ധാന്തക്കാരാണ്. ഒരുപാട് ആളുകൾ. ഞാൻ ഒരു പരിമിത സിദ്ധാന്തക്കാരനാണ്. ഞാൻ ഇപ്പോഴും ആ പഴയ സിദ്ധാന്തം തന്നെ വിശ്വസിക്കും. അത് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ ഇടയിൽ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. 4 പോയിന്റുകളും എനിക്ക് പരിമിത സിദ്ധാന്തം വിശ്വസിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആരോടും യാതൊരു വഴക്കുമില്ല. അവരുമായിട്ട് കൂട്ടായ്മ പുലർത്തുന്നതിനോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനോ അവരെ സഭയുടെ മൂപ്പന്മാരാക്കുന്നതിനോ ഒന്നും എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. കാരണം
അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പരിമിതക്കാർ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചാലും ദൈവം മുന്നറിഞ്ഞവരെ രക്ഷിക്കപ്പെടുന്നു. ദൈവം മുന്നറിഞ്ഞവരെ രക്ഷിക്കപ്പെടുമെങ്കിൽ പിന്നെ ഏത് സിദ്ധാന്തത്തിൽ വിശ്വസിച്ചാൽ നമുക്കെന്നെ ഊണ് കൊടുക്കുന്ന വിളിക്കപ്പെട്ടവർക്കേ ഉള്ളൂ എങ്കിൽ പിന്നെ ഇനി ഊണ് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയെന്നോ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയോളൂ എന്ന് പറഞ്ഞാൽ എന്നെ വ്യത്യാസം? പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഊണുണ്ടാക്കിയത്, അല്ലെ ഊണുണ്ടാക്കിയവർക്ക് ആരെയാണ് വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഊണ് അധികം വന്ന് വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഊണുണ്ടാക്കി, പക്ഷേ ഞാൻ 20,000 പേരെ ക്ഷണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഊണ് മുഴുവൻ എന്ത് ചെയ്യും? വേസ്റ്റായി പോകും. അപ്പൊ അവര് പറയാ അങ്ങനെ വേസ്റ്റ് ആകുന്ന പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ചോറ് പോലൊരു സാധനമൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ മാനസികമായിരിക്കുന്ന ഉദാഹരണങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. ഈ അപരിമിത സിദ്ധാന്തക്കാർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില വേദഭാഗങ്ങൾ ഞാൻ വായിക്കും. ഒന്ന് യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വാക്യമാണ്. എന്താ പറയുന്നത്? ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ അത് അപരിമിത സിദ്ധാന്തത്തിന് സഹായകരമാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ വായിച്ച 2 Corinthians 5-ാം 19 വാക്യം വായിച്ചിരുന്നല്ലോ. അവിടെ എന്തായാലും നമ്മൾ വായിച്ചത് ലോകത്തെ തന്നോട് നിരപ്പിക്കുവാൻ. എബ്രായർ 2-ാം 9 വാക്യം അവരുടെ വേറൊരു പ്രധാന വാക്യമാണ്. മറുവിലയായി അതെ എല്ലാവർക്കും 1 യോഹന്നാൻ 2:2 നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിൽ എന്നൊരു പ്രയോഗമുണ്ട്. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിൽ. യോഹന്നാൻ 1:29 ലോകത്തിന്റെ പാപത്തിൽ 15:18 യോഹന്നാൻ 15:18 18-19 വായിക്കാം. അവിടെയല്ല ഈ ലോകക്കാരെന്ന് പറയുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും കുറിച്ചാണ്. അപ്പൊ മറ്റുള്ളവർ പറയും നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ, അപ്പൊ നിങ്ങളെന്നും ലോകക്കാരെന്നും 2 കൂട്ടം ആളുകളുണ്ട് എന്ന് മറ്റുള്ളവർ. 1 യോഹന്നാൻ 5:19 സർവ്വലോകവും ദുഷ്ടന്റെ അന്യസീതയിൽ. അപ്പൊ അവിടെ സർവ്വലോകം എന്ന് പറഞ്ഞത് ലോകത്തുള്ള എല്ലാവരും എന്ന് പറയണോ? രക്ഷിക്കപ്പെട്ട വിശ്വാസികളും അവരുടെ അധീനതയിലാണോ? അത് ഈ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല എന്നാണ് പറയുന്നത്. ലോകം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗത്തിന് എവരിബഡി എന്ന അർത്ഥമില്ല. കാരണം നാം ലോകക്കാരല്ല, സർവ്വലോകവും അവന്റെ അധീനതയിലാണ് കിടക്കുന്നത്. പക്ഷെ നാം അവന്റെ അധീനതയിലല്ല, നാം ലോകക്കാരല്ലല്ലോ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഈ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഏവനും ഹൂസോയവർ എന്ന പ്രയോഗം 110 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. 110 പ്രാവശ്യം. അപ്പൊ അങ്ങനെ എങ്ങനെയാ എല്ലാവർക്കും വേണ്ടി രക്ഷ ഒരുക്കിയിട്ടില്ലെങ്കിൽ ഹൂസോയവർ വിശ്വസിക്കുന്ന ഏവനും എന്നെങ്ങനെയാണ് പറയുന്നത് എന്നാണ് വലിയൊരു ചോദ്യം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ദൈവത്തെ തള്ളിപ്പറയുന്ന ദുരുപദേഷ്ടാക്കൾക്ക് വേണ്ടി പോലും കർത്താവ് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. 2 പത്രോസ് 2:14 എന്നാ പറയുന്നത്? ഈ ദുരുപദേഷ്ടക്കന്മാരെയും വിലയ്ക്ക് വാങ്ങിയതാണ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടങ്ങനെ ആ കള്ളപ്രവാചകന്മാരെയും വിലയ്ക്ക് വാങ്ങിയ നാഥനാണ്. അപ്പൊ എങ്ങനെയാ ലിമിറ്റഡ് ആകുന്ന ചോദിക്കുന്നത്? അപ്പൊ മറ്റവർ ചോദിക്കും, അപ്പോ ഈ കള്ളപ്രവാചകന്മാരെ വിലയ്ക്ക് വാങ്ങിയവർ രക്ഷിക്കപ്പെട്ടവരല്ലേ? അപ്പൊ രക്ഷിക്കപ്പെട്ടവരാണ് ഒരു കാര്യം സംഭവിച്ചാൽ മതി, ദൈവം ചില കള്ളപ്രവാചകന്മാരെ മുന്നറിഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി മരിച്ചെന്ന് പറഞ്ഞാൽ മറ്റവർ പറയും. അപ്പൊ ഇങ്ങനെ വാദം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത് രസകരമായ ഒരു വാക്യമാണ്. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയുന്ന കള്ളപ്രവാചകൻ.
ആ വാക്യത്തെയൊക്കെ ലിമിറ്റഡുകാർക്ക് വിശദീകരിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഇവരെ എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യമൊക്കെ എവിടെയുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളെ ഇപ്പോ യോഹന്നാൻ 10:15 എന്താണ്? ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. അപ്പോൾ ഏതോ ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയാണ് ജീവൻ കൊടുത്തത് എന്ന് യോഹന്നാൻ 15:13 പറഞ്ഞു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 17:2 വായിച്ച ആരെങ്കിലും 2, 6, 9, 20, 24 അവിടെയൊക്കെ പിതാവ് പുത്രന് നൽകിയവർക്ക് വേണ്ടി പുത്രൻ മരിച്ചു എന്ന ആശയം അതാണ്. പിതാവ് പുത്രന് നൽകിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് നിത്യജീവൻ കൊടുക്കണം. അതിന്റെ 9-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം അതെ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മറ്റൊരു 9-ാമത്തെ വാക്യം അത് ദൈവം, അത് കർത്താവിന് അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ടെന്നാ. 20-ാമത്തെ വാക്യം കർത്താവ് എല്ലാവർക്കും വേണ്ടി അങ്ങനെയില്ല, വിശ്വസിപ്പാനിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ്. 24 എനിക്ക് തന്നിട്ടുള്ളവർ. അപ്പൊ ദൈവത്തിന്റെ രക്ഷണ്യ പരിപാടിയിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ നമുക്ക് കണ്ടില്ലെന്ന് അവഗണിക്കാനായിട്ട് സാധിക്കില്ല. ഈ പ്രാർത്ഥനകളിലും പ്രസ്താവനകളിലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ഗ്രൂപ്പിനെ മാത്രമേ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കൂ. ഇനി റോമാലേഖനം 4:24 സുവിശേഷത്തിന്റെ ഏറ്റവും മർമ്മകരമായ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് ഈ റോമാലേഖനത്തിലെ ആദ്യ അധ്യായങ്ങൾ. സോറ്റീരിയോളജിയിലെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നിടത്ത് 4:24 പറയുന്നു. എന്താ പറയുന്നത് കേട്ടോ? നമ്മുടെ അതിക്രമങ്ങൾ, ഇപ്പൊ കർത്താവിനെ മരണത്തിൽ ഏൽപ്പിച്ചതും കർത്താവിനെ ഉയർപ്പിച്ചതും നമ്മുടെ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയാണ്. നമ്മുടെ, നിങ്ങളുടേതായിരുന്നെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ എന്ന് പൗലോസ് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്ന പൗലോസിനെ കൂടെ ഉൾപ്പെടുത്താവുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മാത്രമാണ്. എല്ലാവരുടെയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അങ്ങനല്ല, നമ്മുടെ 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 എഫേസ്യ ലേഖനം 1:3-7 വരെ നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പൗലോസിന് പറയാൻ ഒക്കില്ലായിരുന്നു. അവരെ നമ്മയെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഉണ്ട് ദൈവത്തിന്റെ പരിപാടിയിൽ. ഇതിനെ നമുക്ക് അവഗണിക്കാനായിട്ട് ഇല്ല. എഫേസ്യ ലേഖനം 5:25 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങൾ ഭയങ്കര നിർണായകമായ വാക്യങ്ങളാണ്. സഭയെക്കുറിച്ച് പറയുന്ന, ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്? സഭയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയല്ല ഏൽപ്പിച്ചു കൊടുത്തത്, സഭയ്ക്ക് വേണ്ടിയാണ്. സഭയാണ് വീണ്ടെടുത്തത്, സഭയാണ് രക്ഷിച്ചത്. സഭ, അപ്പൊ സഭയെന്ന് പറയുന്ന സഭയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ദൈവത്തിന്റെ മുന്നറിയപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ് സഭയെന്ന് പറയുന്നത്, ലോകത്തിലുള്ള എല്ലാവരുമല്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ആർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. സഭയ്ക്ക് വേണ്ടി ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു? സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ പാപത്തിന് വേണ്ടി? നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു. അങ്ങനെയാണ്. അപ്പോ ഈ വാക്യങ്ങൾ കാണിക്കുന്നത് ഒരു പരിമിതമായിരിക്കുന്ന രക്ഷണ്യ പരിപാടി അതിൽ അന്വർത്ഥമായിട്ടുണ്ട്. മറ്റവർ പറയാം അതിനൊന്നും അങ്ങനെ അർത്ഥമില്ല. ഇപ്പൊ രക്ഷിക്കപ്പെട്ട ആളുകൾക്കാണ് എഴുതിയത്. രക്ഷിക്കപ്പെട്ട ആളുകൾക്ക് എഴുതുമ്പോൾ അവരോട് നമ്മളെന്നല്ലേ പറയുന്നത്. പക്ഷെ അവരോട് പറയുമ്പോഴും നിങ്ങളെന്ന് പറയാമല്ല, നിങ്ങളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങളെല്ലാവരും മുന്നറിയപ്പെട്ടവരാണ്, നിങ്ങളെല്ലാവരും എന്ന് വേണ്ടി പറയാമല്ലോ. അങ്ങനെ പറഞ്ഞില്ലല്ലോ, നമ്മളെന്നേ പറഞ്ഞുള്ളൂ. പൗലോസ് ആ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞത് താനും രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ടല്ല, തനിക്ക് അങ്ങനെ പറയാൻ ഒക്കൂ. നിങ്ങളെന്ന് പറയുന്നതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നിടത്ത് നിങ്ങളെല്ലാവരും എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും എന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസമില്ല. അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരോടും നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയാൻ ഒക്കില്ല. ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, ഞങ്ങളെല്ലാവരും ദൈവത്താൽ മുന്നറിയപ്പെട്ടവരാണ് എന്ന് പറയുമ്പോ പറയുന്നതായിരിക്കുന്ന ആൾ ഒരു പരിമിതമായിരിക്കുന്ന
ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നിങ്ങളെന്ന് പറയുമ്പോൾ അത് അപരിമിതമായിരിക്കുന്നത് ആരാണ് അതിൽ ഉൾപ്പെട്ടത് എന്നറിയില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സ്ഥിതി. പിന്നെ ഇവിടെ എല്ലാം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. അപ്പൊ അതിനെ ഒരു പരിമിതവാദികൾ പറയും, അതിനെന്താ അങ്ങനെയല്ലേ, കർത്താവ് പാപികൾക്ക് വേണ്ടി മുന്നറിയപ്പെട്ടവരൊക്കെ ആരാ? പാപികളല്ലേ. മുന്നറിയപ്പെട്ടവരൊക്കെ പാപികൾ, അതുകൊണ്ട് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയാം. മറ്റവർ പറയും അങ്ങനെയല്ല, പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ആരൊക്കെ പാപികളാണോ അവരെല്ലാം അതിൽ വരണം, എല്ലാവരും പാപികളായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നതാണ് നല്ലതെന്ന് പറയും. അങ്ങനെയുള്ള വാക്യങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പൊ പരിമിത വ്യാപ്തി സിദ്ധാന്തത്തില് പറയുന്ന കുറെ ന്യായങ്ങളുണ്ട്. അപ്പൊ അതേക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ലോജിക്കലി ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണ് കൺസിസ്റ്റന്റ്. ലോജിക്കലി, താത്വികമായി പറഞ്ഞാൽ. എന്നാൽ എക്സജറ്റിക്കലി പറഞ്ഞാൽ രണ്ടിനും വാദങ്ങളുണ്ട്, രണ്ടിനും വാക്യങ്ങളുണ്ട്. എക്സജറ്റിക്കലി രണ്ടിനും വാക്യങ്ങൾ. ലോകം എന്നുള്ളതിന് പിന്നെ ലോകത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന എന്ന് പറയുമ്പോൾ അതിനെ മൃതന്മാരെന്ന് പറയാൻ ഒക്കില്ല. ലോകം സമം മൃതന്മാരെന്ന് പറയാൻ ഒക്കുമോ എന്നാ ചോദിക്കുന്നത്. സകല ലോകവും ദുഷ്ടന്റെ അധികതയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ മൃതന്മാരെന്ന് പറയാൻ ഒക്കില്ല. ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനെപ്പറ്റി പറയാം എന്ന് പറയും. മറ്റുള്ളവർ പറയാൻ അത് ഒക്കുകയില്ല. മുന്നറിയപ്പെട്ടവർക്ക് വേണ്ടി താൻ മരിച്ചു എന്ന് ഒരു വാക്യമെങ്കിലും ഉണ്ടെങ്കിൽ ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥമാക്കാൻ. കാരണം അതൊരു അൺലിമിറ്റഡ് ഉപയോഗം, അതിന്റെ എന്താണ് അർത്ഥമെന്ന് അറിയില്ല പറയാം. അപ്പോ പരിമിത വാദക്കാർ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ഫലവത്തായതും മനുഷ്യന് പരാജയപ്പെടുത്താൻ കഴിയാത്തതുമാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും ഈ പ്രമാണം സത്യമാണ്. താൻ ആർക്കു വേണ്ടി മരിച്ചുവോ ആ മരണത്താൽ അവർ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ പരിമിത സിദ്ധാന്തം ദൈവവചനപ്രകാരം ഉള്ള വളരെ സ്വാഭാവികമായ ഒരു നിഗമനമാണ്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. ആകാശം ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ എന്താണ് ഉദ്ദേശിച്ചത് അതാ ഉണ്ടായത്. അല്ല ഒരു അവ്യക്തതയൊന്നും അതിൻ്റെ അകത്ത് ഇല്ല. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പറയുമ്പോൾ അത് സ്പെസിഫിക് ആണെന്ന് പറയുന്നത്. അവ്യക്തമായിരിക്കുന്ന ഒരു പ്രവർത്തന മണ്ഡലം ദൈവത്തിനില്ല. ദൈവം എല്ലാം മുന്നറിഞ്ഞും തൻ്റെ ആലോചന പ്രകാരം സകലവും ചെയ്യുന്നു എന്നാണ്. തൻ്റെ ആലോചന പ്രകാരവും സകലവും ചെയ്യുന്നവൻ. തൻ്റെ ആലോചന പ്രകാരമാണ് സകലത്തെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആലോചന പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ രക്ഷയെ സംബന്ധിച്ചും ആലോചന പ്രകാരമാണ് ചെയ്യുന്നത്. ലോകത്തെ രക്ഷിക്കാനായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്, അതിൽ ആരെന്നില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് മരിച്ചതെന്ന് പിന്നെ ആരാ നിശ്ചയിക്കുന്നത്? കർത്താവിന്റെ കയ്യിൽ നിന്ന് അത് പോയി. കർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങനെ ആർക്കു വേണ്ടി മരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ കുറേ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോൾ വിളമ്പി തിന്നോണം. വിളമ്പി തിന്നൊരു കണക്കുകൾ എടുത്തോണം. വിളമ്പി എല്ലാം തിന്ന് ചോറ് കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവർക്ക് വേണ്ടി ഉണ്ടാക്കി. ഇനി ആരും വന്നില്ലെങ്കിൽ ഞാൻ ഈ ചോറ് ആർക്കും വേണ്ടി അല്ല ഉണ്ടാക്കിയെന്ന് പറയേണ്ടതായി. അങ്ങനെ പറയേണ്ട ഒരു സിദ്ധാന്തം ഒക്കില്ലെന്നാ പറയുന്നത്. ലോജിക്കലി ദാറ്റ് ഇൻകൺസിസ്റ്റന്റ് ആണ്. കാരണം ദൈവം സകലവും തൻ്റെ നിർണയപ്രകാരം, തൻ്റെ ആലോചന പ്രകാരം, തൻ്റെ നിർണയപ്രകാരം ചെയ്യുന്നവൻ. ഒന്നും ആകസ്മികമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് രക്ഷയെ സംബന്ധിച്ചുള്ള കാര്യവും ദൈവം നിശ്ചയിച്ചിട്ടാണ്. കൂടാതെ രക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവിക നിർണയങ്ങളെന്ന് പറയാൻ പാടില്ലെന്നാണ്, സിംഗുലർ ആണെന്നാ പറയുന്നത്. നിർണയം ഡിക്രീസ് ഇല്ല, ഡിക്രിയാണ് പറഞ്ഞാൽ ഒരു നിർണയത്തിൽ ഉൾപ്പെട്ടതാണ് മറ്റു നിർണയങ്ങളില്ല. ഒരു വലിയ വൃത്തത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ വൃത്തങ്ങളാണ്. അതിനെ ഒരു വൃത്തമെന്ന് കാണണം, അതിന്റെ ഉള്ളിലുള്ള ചെറിയ വൃത്തങ്ങൾ. അപ്പോൾ ദൈവത്തിൽ രക്ഷയെ സംബന്ധിക്കുന്ന എല്ലാ ദൈവിക നിർണയങ്ങളും പ്രവർത്തനങ്ങളും നിശ്ചിതമായിരിക്കെ പിതാവ് ഒരു പ്രത്യേക കൂട്ടത്തെ രക്ഷയ്ക്കായി മുൻ നിർണയിച്ചു എന്ന് പറയുന്നതാണ് ശരി. പരിശുദ്ധാത്മാവ് മുൻ നിർണയിക്കപ്പെട്ടവരിൽ മാത്രം രക്ഷയ്ക്കായി പ്രവർത്തിച്ച് പാപബോധവും നീതീകരണവും വിശുദ്ധീകരണവും അവർക്ക് നൽകുന്നു എന്ന് പറയുന്നതാണ് ശരി.
കർത്താവിന്റെ മധ്യസ്ഥത ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാ, ലോകത്തിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ കർത്താവ് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പിതാവേ, ഞാൻ ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയാണ് മരിച്ചതെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ട് ഈ സകല മനുഷ്യരെ രക്ഷിക്കണം, രക്ഷിച്ചില്ലെങ്കിൽ എന്റെ വേല പാഴായി പോകും. കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വേല രക്ഷിക്കപ്പെടുവാനുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നല്ല പറഞ്ഞത്, രക്ഷിക്കപ്പെടുവാനുള്ളവരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പൊ കർത്താവിന്റെ മധ്യസ്ഥതയിൽ താൻ സകലർക്കും വേണ്ടി മരിച്ചെങ്കിൽ കർത്താവിന്റെ മധ്യസ്ഥതയിൽ സകലരും വരണം, സകലരും വരണം. അങ്ങനെ സകലരും വരുന്നില്ല. അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന വാദങ്ങൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അതുപോലെ പരിശുദ്ധാത്മാവ്, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. പാപബോധം ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കൊണ്ടാണെങ്കിൽ പിന്നെ എല്ലാവർക്കും എന്താ പാപബോധം ഉണ്ടാകാത്തത്? പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ എല്ലാവരും പ്രവർത്തിക്കാത്തത്? അങ്ങനെയുള്ളതായിരിക്കുന്ന ചോദ്യത്തിന് പരിശുദ്ധറിഞ്ഞവര് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ പറയാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനത്തിന് വലിയ ശക്തിയൊന്നുമില്ല. പരിശുദ്ധാത്മാവിനേക്കാൾ ശക്തിയുള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് രക്ഷിക്കാൻ, പക്ഷേ മനുഷ്യർ സമ്മതിക്കുന്നില്ല. മനുഷ്യന്റെ പ്രവൃത്തികൾ വളരെ ശക്തമാണെന്നൊക്കെയുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ പരാജയപ്പെടുത്തത്തക്കവണ്ണം. അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന വാദഗതികൾക്കൊന്നും വലിയ പ്രസക്തി. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്നും എടുത്തു പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ 10:11-15 തന്റെ ആടുകൾക്ക് വേണ്ടി, പ്രവൃത്തി 20:28 താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ സഭ എന്ന് പറയുന്നുണ്ട്. എഫേസ്യർ 5 നമ്മൾ വായിച്ചു, സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. മത്തായി 1:21 തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ രക്ഷിപ്പാനിരിക്കൊണ്ടല്ലേ യേശു, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കുന്നു അവൻ യേശു എന്ന് പറഞ്ഞു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 32 തുടങ്ങി 35 വരെ എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിന്റെ രക്ഷണ്യവേല മുന്നറിഞ്ഞ ആളുകളിലാണ് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ മുന്നറിയുക എന്ന പ്രവർത്തനത്തോടു കൂടെയാണ് രക്ഷയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പൊ ഈ വാക്യങ്ങളിലൊക്കെയും കർത്താവിന്റെ രക്ഷണ്യവേല ഒരു വ്യക്തമായ സംഘത്തിന് വേണ്ടി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പരിമിത രക്ഷണ്യവാദം എന്ന് പറയുന്ന വാദം അങ്ങനെ അങ്ങ് അത്ര വേഗം തള്ളിക്കളയാവുന്ന ഒരു വാദമല്ല. അതുപോലെ കർത്താവിന്റെ കാൽവറിയാകവും താൻ പിതാവിന്റെ വലതുഭാഗത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥതയും തന്റെ മഹാപുരോഹിത ശുശ്രൂഷയും ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ പെടുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും വേണ്ടി യാഗം കഴിച്ചിട്ട് കുറച്ചു പേർക്ക് വേണ്ടി മാത്രം മസ്തി ചെയ്യുക എന്ന ആശയം യുക്തിഹീനമാണ്. യോഹന്നാൻ 17:9 വായിച്ച്, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നവർക്ക് വേണ്ടി മാത്രം എന്നെ പേടിക്കും. ഞാനങ്ങനെ ലോകത്തിന് വേണ്ടിയല്ല, നീ അവരെ എനിക്ക് തന്നു, അവർക്ക് വേണ്ടിയാണ്. കർത്താവിന് മധ്യസ്ഥ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് നമ്പറിന് വേണ്ടിയാണ്. ആ ലിമിറ്റഡ് നമ്പർ എന്ന് പറയുന്നത് ദൈവം പുത്രന് കൊടുത്തവരെന്നാണ്. ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളെല്ലാം അവർക്ക് വേണ്ടിയാണ്. എബ്രായർ 7:25 വായിച്ച്, ഈ അവരെ പൂർണ്ണമായി എന്ന് പറയുന്നത് തന്നോടടുക്കുന്നവരാരാ? പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല. അപ്പോ ഈ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നത്. അവരെ മാത്രമാണ് കർത്താവ് രക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവിന്റെ പരിപാടികളൊക്കെ പോകുന്നത്. ഇതിൽ ലോകത്തെ മുഴുവൻ വലിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ വിശാലതയിൽ നമുക്ക് അവരെ എല്ലാം പഠിച്ചത് നല്ലതല്ലേ? ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ദൈവം രക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പൗലോസും അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വൃതന്മാർക്ക് വേണ്ടിയാണ് കഷ്ടം അനുഭവിക്കുന്നത്, സഭയ്ക്ക് വേണ്ടി ഞാൻ ഈ കഷ്ടാനുഭവങ്ങൾ പൂർത്തിയാക്കുന്നു എന്നാണ് പറഞ്ഞത്. സുവിശേഷം പറഞ്ഞ ലോകത്തിന് വേണ്ടി ഓടി നടന്നിടത്ത് കൊണ്ട തല്ലുകളെ കുറിച്ച് എല്ലാം പറയുന്ന വൃതന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെയാണത് സഹിച്ചെന്നാ പറയുന്നത്.
റോമാലേഖനം 8:34. അതാണ് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ചെയ്യേണ്ടതെല്ലാം ചെയ്തു പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പിന് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എന്ന് പോലും പറയാനായിട്ട് എഴുത്തുകാരന് കഴിയില്ല. നമുക്ക് വേണ്ടി എന്നേ പറയാം. കാരണം നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഡെഫിനിറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഡെഫിനിറ്റ് അല്ല. അതാണ് അതിന്റെ വ്യത്യാസം. യേശു ക്രിസ്തുവിന്റെ കാൽവറി യാഗം പാപത്തിന്റെ മറുവിലയും പാപിക്ക് പകരവുമായിരിക്കാൻ ആർക്കു വേണ്ടി അത് അർപ്പിക്കപ്പെട്ടുവോ അവർ ഒന്നൊഴിയാതെ ഏവരും വീണ്ടെടുക്കപ്പെടുക തന്നെ വേണം. അങ്ങനെ ചെയ്യുകയും ചെയ്യും. കാരണം മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതിൽ മൈനസ് ഒന്നുപോലുമില്ല. ഇനിയും സർവർക്കും വേണ്ടിയാണ് താൻ മരിച്ചതെങ്കിൽ സർവരെയും രക്ഷിക്കുവാനുള്ള ഒരു കടപ്പാട് തനിക്ക്. സർവർക്ക് വേണ്ടിയാണ്, ഇപ്പൊ ഒരു പഞ്ചായത്തിലുള്ളവരുടെ എല്ലാവർക്കും വേണ്ടിയാണ് ചോറുണ്ടാക്കിയതെങ്കിൽ അത് 10 പേർക്ക് ചോറ് കൊടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു അനീതിയല്ലേ? കോഴഞ്ചേരിക്കാർക്ക് വേണ്ടിയാണ് ചോറുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കോഴഞ്ചേരിക്കാരല്ലാതെ മാരാവണ്ണുകാരോ ഉമ്പനാടുകാരോ വന്നാൽ ചോറ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാകാം. പക്ഷെ കോഴഞ്ചേരിക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും. കർത്താവായ യേശു ക്രിസ്തു തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് രക്ഷയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ 2 Corinthians 5:21 വായിച്ച്, അവിടേക്ക് ഈ നമുക്ക് വേണ്ടി എന്നുള്ള നാം നമുക്ക് വേണ്ടി, അതേക്കുറിച്ച് ഞാൻ അവിടുത്തെ വായിച്ചത് ഓർമ്മ ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ പ്രസ്താവന പോലും പുതിയ നിയമത്തിൽ അബദ്ധവശാൽ പോലും പറഞ്ഞൊരു പ്രസ്താവന ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. എപ്പോഴെങ്കിലും കൺകോർഡൻസ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊന്ന് നോക്കും, നല്ലതാണ്. ഞാൻ മെനക്കെട്ടില്ല. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രസ്താവനകൾ. തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു പ്രസ്താവന പോലും ഇല്ലെന്ന് പറയുമ്പോ അത് അബദ്ധവശാൽ പറയാതെ പോയതാണ് എന്ന് പറയുന്നത് അപ്രസക്തം. ഗലാത്യർ 3:13-14 വായിച്ച്. ഗലാത്യർ 3:13-14 ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമാക്കി, നമ്മെ വിലയ്ക്കുക. അപ്പൊ പൗലോസിന് അങ്ങനെ പറയാൻ ഒക്കുമായിരുന്നു എന്നാണ് റിഫോംഡ് തിയോളജിയൻസ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് അറ്റോൺമെന്റിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വേണ്ടി തന്നെ പറയാനൊക്കെ, നിങ്ങൾക്ക് വേണ്ടിയെന്നോ അവർക്ക് വേണ്ടിയെന്നോ പറയാനായിട്ട് ഒക്കും. അപ്പൊ തിയോളജി ഈസ് വെരി കൺസിസ്റ്റന്റ് ആൻഡ് പ്രിസൈസ് ആണ്. യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണം മൃതന്മാരുടെ രക്ഷയ്ക്ക് ആവശ്യമായ വിശ്വാസവും മാനസാന്തരവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മുതലായവയെ ഉറപ്പാക്കുന്നു എന്നാ പറയുന്നത്. കേവലം മരണം മാത്രമല്ല. ഇപ്പൊ ഫിലിപ്പ് ലേഖനം 1:29 വായിച്ച്, അപ്പോ ഈ ക്രിസ്തു വിശ്വസിക്കാനും ഉള്ള വരം കൊടുക്കുന്നുണ്ട്, പിന്നെ കഷ്ടപ്പെടാനുമുള്ള വരം കൊടുക്കുന്നു. ഇപ്പൊ ചിലർ പറയുന്നല്ല, വരമെന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നതിന് മാത്രം കൊടുത്താൽ മതി, വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടപ്പെടുവാനും വരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. വരമെന്ന് പറയുന്നത് വിശ്വാസത്തെ ഉൾപ്പെടുത്തേണ്ട, കഷ്ടപ്പാടിനെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ വലിയ കഷ്ടമായി പോകും. കാരണം വിശ്വസിക്കാനുള്ള വരം തരാതെ കഷ്ടപ്പെടാൻ മാത്രം പറയുന്നതല്ലേ. എന്റെ ക്രിസ്തു വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടപ്പെടുവാനും നിങ്ങൾക്ക് വരം നൽകി. ഈ വിശ്വാസവും കഷ്ടപ്പാടും ഒക്കെ ദൈവത്തിന്റെ വരത്തിന്റെ ഒരു ഭാഗമാണ്. 1 Corinthians 3:5 വായിച്ചു. അതൊക്കെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷകന്മാരല്ലേ. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ ഒരാൾ വിശ്വസിക്കുവാൻ കാരണമാകണമെങ്കിൽ അവരുടെ സുവിശേഷം പറയണം. അതാര് സുവിശേഷം പറയണം എന്നുപോലും ദൈവത്തിന്റെ ഇലക്ഷന്റെ ഭാഗമായി നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പൗലോസ് എന്ന് പറഞ്ഞ ആളും അപ്പൊല്ലോസ് എന്ന് പറഞ്ഞ ആളും ഒക്കെ ആരാ? നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായിട്ട് ശുശ്രൂഷകന്മാരാ. നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി. ദൈവം ഈ രക്ഷിക്കാൻ വേണ്ടി കുറെ ആളുകളുടെ പേര്, നമ്മുടെ ഇലക്ഷന്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നുമല്ല, കുറെ പേരങ്ങ് എഴുതിയിടുക.
അങ്ങനല്ല. ഒരാളുടെ പേര് ദൈവം നിത്യതയിലെ നിശ്ചയിച്ച ആളുടെ പേരെഴുതിയപ്പോ അവർ അവിടെ തുടങ്ങിയതാണ്. മുന്നറിഞ്ഞവരെ വിളിക്കണ്ടേ? ആ വിളിക്ക് വേണ്ടി ആളെ അറിയിക്കണ്ടേ? അത് പൗലോസിനെ അയക്കണോ, തീത്തോസിനെ അയക്കണോ, തിമോത്തിയോസിനെ അയക്കണോ? ഇപ്പൊ ദൈവം തമ്മിൽ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ രക്ഷിക്കപ്പെട്ടത് പി ജേക്കബ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ സുവിശേഷം പറഞ്ഞ അദ്ദേഹം മൈസൂരിൽ കർത്താവിന് വേല ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ മൈസൂർ വേല ചെയ്തതായിരിക്കുന്ന പി ജേക്കബ് സാറിനെ എലന്തൂരിൽ കൊണ്ടുവന്ന് എന്നോട് സുവിശേഷം പറയണമെന്ന് ദൈവം തമ്മിൽ നിശ്ചയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അദ്ദേഹം മരിച്ചുപോയി എങ്കിലും മിക്കവാറും ആഴ്ച 2-3 പ്രാവശ്യമെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യാറുണ്ട്. പൗലോസിനെ പറ്റിയും പറഞ്ഞ പോലെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഞാൻ വിശ്വസിക്കുവാൻ മുഖാന്തരമാക്കി ദൈവം ഉപയോഗിച്ചതായിരിക്കും ദൈവദാസന. പൗലോസ് അതേക്കുറിച്ചൊക്കെ വലിയ കാര്യം പറഞ്ഞല്ലോ. ഞാനല്ലോ ക്രിസ്തു നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞില്ലേ? കൊരിന്ത്യക്കാരോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഉപദേശിക്കാൻ ഞാനല്ലോ ജനിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? ഞാൻ 5 മക്കളെ ജനിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്ര ആത്മീയ ശിശുക്കളെ ജനിപ്പിച്ചിരിക്കുന്നത്. എന്റെ മക്കളാരും ആകസ്മികമായി ജനിച്ചതല്ല, ദൈവത്തിന്റെ നിർണയത്തിലും തീരുമാനത്തിലും ജനിച്ചവരാണ്. അതിന് മുഖാന്തരമായി എന്നെയും ഗ്രേസിനുമാണ് ഉപയോഗിച്ചെന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെടാനായിട്ട് ദൈവം ചില ആളുകളെ തിരഞ്ഞെടുത്തു. അത് ആകസ്മികമല്ല. അവരെ രക്ഷയിലേക്ക് നടത്താനായിട്ട് ദൈവം ചില ദൈവദാസന്മാരെ അയച്ചു എന്ന് പറയുന്നത് ആകസ്മികമല്ല. നിങ്ങൾ ആരും തീരുമാനിക്കരുത്. അവർ വന്ന് വീടൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാൻ ഞാൻ വിളിക്കാനായതുകൊണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിന് 16-ാം വാക്യമായി, ഇച്ഛിക്കുന്നവനാരും അല്ല, ഓടുന്നവനാരും അല്ല, പിന്നെ ആരാലാ? കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും. അത് ഈ രക്ഷയെ സംബന്ധിച്ചും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പറയാം. പിന്നെ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാമെങ്കിൽ രക്ഷയെക്കുറിച്ച് എടുത്തു പറയാം. കാരണം രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനും അവൻ ഇച്ഛിച്ചത് കൊണ്ടുമല്ല, അവൻ അതിനുവേണ്ടി അധ്വാനിച്ചത് കൊണ്ടുമല്ല, പിന്നെ ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ്. മറ്റു പല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പറയാൻ നമ്മൾ ഒരുമ്പെട്ടേക്കും. ചിലപ്പോൾ ചില ആൾ പറയും, അതേ എന്റെ പശു നന്നായിട്ട് പാല് തരുന്നത് ഞങ്ങളൊക്കെ നന്നായിട്ട് തീറ്റി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ എന്റെ പിള്ളേരെ നല്ല മാർക്ക് ജയിച്ചത് വെറുതെ ഒന്നുമല്ല, അവർ കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരുത്തരും പറയല്ല ഞാൻ രക്ഷിക്കപ്പെട്ടതേ ഞാൻ നന്നായിട്ട് കേട്ടതുകൊണ്ട്, രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നന്നായിട്ട് അധ്വാനിച്ചുകൊണ്ടാണെന്ന് പറയുന്ന പൊട്ടന്മാരെ കണ്ടേക്കും. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ അവരെ വിളിക്കുന്ന പൊട്ടനെന്നാ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു യാഥാർത്ഥ്യം അറിയാതെ സംസാരിക്കുന്ന അജ്ഞാനികളാവർ. അല്ലെന്നാ ദൈവം പറഞ്ഞത്. ഇച്ഛിക്കുന്നവനാലല്ല, അതിലെ ഏറ്റവും വലുത് ഇച്ഛിക്കുക എന്നുള്ളതല്ലേ, വില്ലിങ്. എന്റെ രക്ഷ ഞാൻ ഇച്ഛിച്ചത് കൊണ്ടല്ല. സത്യം പറഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ സ്കൂളിൽ വെച്ചാണ് ജേക്കബ് സാർ എന്റെ സ്കൂളിലെ അഭിസംബോധന സംസാരിക്കുമ്പോഴ അന്ന് രക്ഷിക്കപ്പെടണമെന്നോ വിചാരിച്ചല്ലേ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അങ്ങനത്തെ ചിന്ത പോലും എന്റെ മനസ്സിലുണ്ടായിരുന്നു. അവർ ചിന്ത പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇന്ന് ആരെങ്കിലും ഒന്ന് സൂചന പറഞ്ഞതിനെ വിശ്വസിക്കാമായിരുന്നു എന്ന് വിചാരിക്കും. ഒരു ചിന്തയെങ്കിലും എന്റെ മനസ്സിൽ വന്നിരുന്നെങ്കിൽ അതുകൊണ്ടാന്ന് പറയാം. അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവർത്തനമല്ല ഇതൊക്കെ, ദൈവത്തിന്റെ പ്രവർത്തനം. റോമാലേഖനം 2:4 അത്രയും മതി. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്നാണ്. നടത്തപ്പെടുന്നുവെന്നുമല്ല, നടത്തുന്നു. ഇറ്റ്സ് ആക്റ്റീവ് വോയിസ് ആണ്. നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ പ്രവർത്തനമാണ്. ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്യും? ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. നമുക്ക് വേണ്ടി നമ്മെ വിലയ്ക്ക് വാങ്ങി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതല്ല, നമുക്ക് വേണ്ടി നമ്മെ വിലയ്ക്ക് വാങ്ങി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. എല്ലാം നമ്മെ അവന് സ്ഥാപനത്തിൽ അവന് നിഷ്കളങ്കനായ ഒക്കെ പരിപാടികൾ അവിടെ അങ്ങനെ ആസൂത്രണം ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ അതൊന്നും ഒരു ചെറിയ കാര്യമല്ല കേട്ടോ, വലിയ കാര്യമാണ്. പിന്നെ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. അതിനും എന്നുള്ളത് വിശ്വാസത്തോടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിന്റെ ആന്റിസിഡന്റ് ഫെയ്ത്ത് ആണോ സാൽവേഷൻ ആണോ എന്നുള്ളത് ആളുകൾ വാദിക്കാറ്. For by grace are ye saved through faith, and that
നോട്ട് യുവേഴ്സൽസ്. അതിൻ്റെ ജെൻഡറും ഒക്കെ നോക്കി അത് വിശ്വാസത്തോടല്ല എന്ന് പറയുന്നവരായ ആളുകളുണ്ട്. എന്നാൽ അതിനെതിരെ ശക്തമായിരിക്കുന്ന വാദഗതികൾ, എക്സിജറ്റിക്കൽ വാദഗതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ വിശ്വാസത്തോട് തന്നെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതെന്തുവാകട്ടെ, ഇനിയിപ്പോൾ അവരൊറ്റ വാക്യം വിശ്വാസം ദാനമായിട്ടാണോ അല്ലയോ എന്നുള്ളത് നിശ്ചയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ വാക്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഈ ലിമിറ്റഡ് അൺലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത് വലിയ വാദഗതിയാണ്. ഞാനതിനെ ലാഘവമായിട്ടൊന്നും എടുക്കുന്നില്ല. അൺലിമിറ്റഡ് വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് സാധാരണക്കാരായ ആളുകളൊന്നും അല്ല, വലിയ വലിയ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇറ്റ്സ് എ തിയോളജിക്കൽ സിസ്റ്റം. തിയോളജിക്കൽ സിസ്റ്റം ഏത് വിഷയത്തെ പറ്റിയും അങ്ങനെയാണ്. ഇപ്പൊ തൃത്വം നിഷേധിക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്ന് പറയാൻ ഒക്കുമോ? വലിയ പണ്ഡിതന്മാരായിരിക്കുന്ന ഒരുപാട് യൂണിറ്റേറിയൻ സ്കോളേഴ്സ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ശരിയാകണമെന്നില്ല. നമ്മുടെ സ്കോളർഷിപ്പ് ഡസ് നോട്ട് ഡിസൈഡ് ഓൾവേസ് ദ ട്രൂത്ത്. സത്യത്തെ നിശ്ചയിക്കുന്നത് സ്കോളർഷിപ്പ് അല്ല. സ്കോളർഷിപ്പിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ അതുപോലെയാണ് അർമേനിയൻസും തിയോളജിൻസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫിന്നി അവരുടെ ഒരു വലിയ തിയോളജിനായിരുന്നു. ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് ഫിന്നിയുടെ സിസ്റ്റമാറ്റിക് തിയോളജി. അതിനകത്തേക്ക് ഒന്നും സെൻസ് ഉള്ളതെന്നും പറഞ്ഞിട്ട് എന്നാലും വലിയ തിയോളജിനായിരുന്നു ചാൾസ് ഫിന്നി. വേറെ ഒരുപാട് തിയോളജിൻസ് അങ്ങനെയുണ്ട്. എങ്കിൽ റിഫോംഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഈ ഹൈപ്പോൺ കാൽവിൻസ് വിശ്വസിക്കുന്ന പോലെയുള്ള സോളിഡ് സ്കോളേഴ്സിനെ ലോകം പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ സെയിന്റ് അഗസ്റ്റിൻ ആയാലും ജോൺ കാൽവിൻ ആയാലും പിന്നെ കാലത്തൊക്കെ ജീവിച്ചതായിരിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത് ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണ്. പിന്നെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അൺലിമിറ്റഡും തിയോളജി പഠിപ്പിക്കുമ്പോൾ ലിമിറ്റഡും ആണെന്ന് എന്ന് ഞാൻ പറയാറുണ്ട് തമാശയ്ക്ക് വേണ്ടി. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞ ആളുകളോട് പറയുമ്പോൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നല്ലേ പറയുന്നത്. ഇയാള് ദൈവം മുന്നറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് പറയുന്നത്. പുറത്ത് നോക്കിയിട്ടൊന്നും അല്ലല്ലോ പറയുന്നത്. ഇയാൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. അഴപ്പോ ഞാൻ എന്നെ മുന്നറിഞ്ഞിട്ടില്ലെങ്കിൽ നീ അതേക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിന്നെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് താല്പര്യമേ ഉള്ളൂ. മനസ്സാരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവത്തിന് നിന്നെ രക്ഷിക്കണമെന്ന് താല്പര്യമില്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പറയുകയാണ്, നീ രക്ഷിക്കപ്പെട്ടത് നിന്റെ ഗുണം കൊണ്ടും നീ ഒന്നും അല്ല, ദൈവം തമ്പുരാൻ നിന്നെ മുന്നമേ നിശ്ചയിച്ചതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അൺലിമിറ്റഡുകാരനാണെന്ന് തോന്നും, ഉപദേശം പഠിപ്പിക്കുമ്പോൾ ഞാൻ ലിമിറ്റഡുകാരനാണെന്ന് തോന്നും. അതൊക്കെ അതിൻ്റെതായിരിക്കുന്ന ആ ബാലൻസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ബാലൻസ് വിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളല്ല ഇതൊക്കെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.